യെസ്. അപ്പോൾ നമുക്ക് നോക്കാം. കഴിഞ്ഞ ദിവസം ഡിസ്കവറി ഇലക്ട്രോൺ ബൈ ജെ തോംസൺ പറഞ്ഞു തന്നു. ഇലക്ട്രോൺ ബൈ ജെ തോംസൺ. പിന്നീട് പ്രോട്ടോൺ ബൈ ഗോൾഡ്സ്റ്റീൻ, ഡിസ്കവറി ഓഫ് പ്രോട്ടോൺ, ഡിസ്കവറി ഓഫ് ന്യൂട്രോൺ ബൈ ചാഡ്വിക്. ഇതിനെപ്പറ്റിയെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നു. എന്നിട്ട് ആ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻ്റ് പറഞ്ഞു തന്നു. ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻ്റ് പറഞ്ഞു തന്നു. പിന്നീട് അതേപോലെ റൂദർഫോർഡ് മോഡൽ ഓഫ് ദി ആറ്റം, റൂദർഫോർഡ് മോഡൽ പറഞ്ഞു തന്നു. അതുപോലെ E/M റേഷ്യോ പറഞ്ഞു തന്നു. E/M റേഷ്യോ. പിന്നീട് റൂദർഫോർഡ് മോഡൽ കൂടാതെ പിന്നെ ജെ തോംസൺ മോഡൽ പറഞ്ഞു തന്നു. ജെ തോംസൺ മോഡൽ ഓഫ് ദി ആറ്റം അത് പറഞ്ഞു തന്നു. ജെ തോംസൻ്റെ ആറ്റം മോഡൽ പറഞ്ഞു തന്നു. പിന്നീട് പറഞ്ഞത് പിന്നെ ബോർ മോഡൽ, അതായത് ഡിഫക്ട്സ് ഒക്കെ പറഞ്ഞു തന്നിട്ട് ബോർ മോഡൽ പറഞ്ഞു തന്നു. ബോർ മോഡൽ ഓഫ് ദി ആറ്റം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോണം. പിന്നീട് ബോർ മോഡൽ പറഞ്ഞു തന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് പറഞ്ഞത് ഈ പിന്നെ ലൈൻസ്, അതായത് അറ്റോമിക് സ്പെക്ട്ര, അതായത് ലൈൻസ്, ലൈമൺ സീരീസ്, ബാൾമർ സീരീസ്, പാസ്റ്റൺ സീരീസ്, ബ്രാക്കറ്റ് സീരീസ് ആൻഡ് ഫണ്ട് സീരീസിനെ പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ട് അവിടെ റെഡ്ബർഗ് ഇക്വേഷനൊക്കെ പറഞ്ഞിട്ട് അതിനകത്ത് പ്രോബ്ലം ഒക്കെ നമുക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞതാണ്. ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ ഇവിടെ റെപ്രസെൻ്റ് ചെയ്തത് 2 ക്ലാസ്സോടുകൂടി. ഇനി നമുക്കിന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്താണ് വാട്ട് ഈസ് ഇൻ ബൈ അറ്റോമിക് നമ്പർ? റെപ്രസെൻ്റ് ലെറ്റർ ഇസഡ് ആണ്. അറ്റോമിക് നമ്പറിന് റെപ്രസെൻ്റ് ലെറ്റർ ഇസഡ് ആണ്, മനസ്സിലാക്കണം. ഇസഡ്. പിന്നീട് മാസ് നമ്പർ എന്ന് പറയണം. മാസ് നമ്പർ അതിന് റെപ്രസെൻ്റ് ലെറ്റർ എ ആണ്. മാസ് നമ്പർ റെപ്രസെൻ്റ് ലെറ്റർ എ. അറ്റോമിക് നമ്പർ, മാസ് നമ്പർ. പിന്നീട് നമുക്ക് പഠിക്കേണ്ടത് പിന്നെ ഐസോടോപ്പ്, ഐസോബാർ, ഐസോടോൺസ്, ഐസോ ഇലക്ട്രോണിക്സ്. ഇത്രയും കൂടെ നമ്മൾ പഠിക്കണം. ഐസോടോപ്പ്, ഐസോബാർ. പിന്നെ ഒന്നും കൂടെ ഉണ്ട്, ന്യൂക്ലിയോൺ. യെസ്. ഈ തീർച്ചയായിട്ടും നോക്കണം. നമുക്ക് ഓരോന്നോരം നോക്കാം. ഇത് നമ്മളിവിടെ എടുത്തു നോക്കാം. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം കാർബണിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ 6 ആണ്. എന്താണ് ഇതിൻ്റെ മീനിങ്? ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ 8 ആണ്. അറ്റോമിക് നമ്പർ എപ്പോഴും എഴുതേണ്ടത് ബോട്ടത്തിൽ ലെഫ്റ്റ് സൈഡിലാണ് എഴുതേണ്ടത് അറ്റോമിക് നമ്പർ. ഇതാണ് അറ്റോമിക് നമ്പർ കാണിക്കുന്നത്. ഇതിനെ നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്റർ ഇസഡ് ആണ്. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ് വാട്ട് ഈസ് കാൾഡ് അറ്റോമിക് നമ്പർ. What do you mean by atomic number? It is the number of electron or number of protons. That's all. അത്രയേ ഉള്ളൂ. നമ്പർ ഓഫ് പ്രോട്ടോൺ ഓർ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, അത്രയും മാത്രം പറഞ്ഞാൽ മതി. ദാറ്റ് ഈസ് വാട്ട് ഈസ് കാൾഡ് വാട്ട് അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ ഈസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഓർ നമ്പർ ഓഫ് പ്രോട്ടോൺ. അതാണ് വാട്ട് ഈസ് കാൾഡ് വാട്ട് അറ്റോമിക് നമ്പർ. ഇനി അത് റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ ഇങ്ങനെയാണ്. ലെഫ്റ്റ് സൈഡിൽ ബോട്ടത്തിലാണ് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് അറ്റോമിക് നമ്പർ. ഇനി എന്താണ് ഈ മാസ് നമ്പർ? ഇപ്പോൾ കാർബണിൻ്റെ മാസ് നമ്പർ 12 ആണ്. എന്താണ് ഈ മാസ് നമ്പർ എന്ന് വെച്ചാൽ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും ടോട്ടൽ എമൗണ്ട് ആണ് വാട്ട് ഈസ് കാൾഡ് മാസ് നമ്പർ. അത് ഉപയോഗിക്കുന്നത് ടോപ്പിൽ ലെഫ്റ്റ് സൈഡ് എഴുതാം, വേണമെങ്കിൽ റൈറ്റ് സൈഡ് എഴുതാം, കുഴപ്പമില്ല. ഇവിടെ എഴുതാം, കുഴപ്പമില്ല. എങ്ങനെ എഴുതിയാലും സൗകര്യം. ഇവിടെ എഴുതാം, പക്ഷേ ഇത് ഇവിടെ ആവാം. ഇവിടെയും ഇവിടെ എഴുതാം. ഇവിടെ എഴുതാൻ 12 ഇവിടെ എഴുതിയാലും മതി. ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇതാണ് ഒരു ന്യൂക്ലിയസ്. ഓക്സിജൻ്റെ അറ്റോമിക് മാസ് നമ്പർ 16 ആണ്. 16 ആണ് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ വാട്ട് ഈസ് ഇൻ ബൈ അറ്റോമിക് നമ്പർ ആൻഡ് വാട്ട് ഈസ് ഇൻ ബൈ മാസ് നമ്പർ ഒന്ന് മനസ്സിലാക്കുക. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഓർ നമ്പർ ഓഫ് പ്രോട്ടോൺസ്. അറ്റോമിക് നമ്പർ വാട്ട്? നമ്പർ ഓഫ് ഇലക്ട്രോൺ ഓർ നമ്പർ ഓഫ് പ്രോട്ടോൺ. അല്ലേ ഹരി?
അതെ, നമ്പർ ഓഫ് പ്രോട്ടോൺ ഓർ നമ്പർ ഓഫ് ഇലക്ട്രോൺ. ഓക്കെ, ഇനി മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ. അപ്പോൾ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രോട്ടോണിൻ്റെ എണ്ണം എഴുതാം, ഇലക്ട്രോണിൻ്റെ എണ്ണം എഴുതാം, ന്യൂട്രോണിൻ്റെ എണ്ണം എഴുതാം. എഴുതിക്കൂടെ? പ്രോട്ടോണിൻ്റെ എണ്ണം ഇതാണ് 6, ഇലക്ട്രോണിൻ്റെ എണ്ണം ഇത് തന്നെ 6. ഇത് നമ്മുടെ ഡിഫറൻസ് ആണ് വാട്ട് ഈസ് കാൾഡ് വാട്ട്? ന്യൂട്രോൺ. എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെ എണ്ണം കൂട്ടുമ്പോൾ മാസ് നമ്പർ വരണം. അപ്പോൾ ഇത് നോക്കി, ഓക്സിജൻ, പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. അത് നോക്കാം, പ്രോട്ടോൺ 8, ഇലക്ട്രോൺ 8, ന്യൂട്രോൺ 8. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരും, എല്ലാം ഒരുപോലെ വരത്തുള്ളൂ എന്ന്. അല്ല, ഇതാ നോക്കി, ക്ലോറിൻ അറ്റോമിക് നമ്പർ എത്ര അറിയാം? അറ്റോമിക് നമ്പർ 17 ആണ്. അറ്റോമിക് നമ്പർ 17. മാസ് നമ്പർ 35 ആണ്. 35, മാസ് നമ്പർ 35. ക്ലോറിൻ 17, 35. ഇത് പറഞ്ഞേ, പ്രോട്ടോൺ എത്ര? 17. ഇലക്ട്രോൺ എത്ര? 17. പ്രോട്ടോൺ എത്ര? ന്യൂട്രോൺ എത്ര? ന്യൂട്രോൺ ഇതിൽ നിന്ന് കുറച്ചാൽ മതി. ഇപ്പോൾ 18. കാരണം ഇത് കൂട്ടുമ്പോൾ ഇത് വരണം. പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ കൂട്ടുമ്പോൾ ഇത് വരണം. അത്രയേ ഉള്ളൂ. ഇങ്ങനെ നമുക്ക് ഒരു ആറ്റം തന്നു കഴിഞ്ഞാൽ എത്ര പ്രോട്ടോൺ, എത്ര ന്യൂട്രോൺ, എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് എഴുതാൻ കഴിയും. ഇനി വേറെ ഒരു എക്സാമ്പിൾ എടുത്തിട്ട്, പിന്നെ കാർബൺ 640 എന്നിരിക്കട്ടെ. ഇങ്ങനൊരു കോമ്പൗണ്ട് ഇങ്ങനെ ഉണ്ട്. പറയാം, എന്താ കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട് പറയാം. പ്രോട്ടോൺ പറ 6, ഇലക്ട്രോൺ പറ 6, ന്യൂട്രോൺ എത്ര വരും? ഇത് കുറച്ചാൽ മതി, 8. ആണ്ടോ, ഇതുകൂടെ കൂട്ടുമ്പോൾ ഇത് കിട്ടണം, ന്യൂട്രോൺ 8. അപ്പോൾ ഇങ്ങനെയാണ് പ്രോട്ടോണിന്. ഇപ്പോൾ സപ്പോസ് ഒരു ആറ്റത്തിൻ്റെ ഇലക്ട്രോൺ അറ്റോമിക് നമ്പർ, അതായത് ഇലക്ട്രോണിൻ്റെ എണ്ണം, പ്രോട്ടോണിൻ്റെ എണ്ണം പിന്നെ നമുക്കൊരു 17 ഇരിക്കട്ടെ, ഇലക്ട്രോണിൻ്റെ എണ്ണം 18 ഇരിക്കട്ടെ. ഇലക്ട്രോണിൻ്റെ എണ്ണം 18, ന്യൂട്രോണിൻ്റെ എണ്ണം 18 എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ ന്യൂക്ലിയസിന് എഴുതാൻ പറയും. ഇതാ നോക്കാം, Cl അറ്റോമിക് നമ്പർ, നമ്പർ ഓഫ് പ്രോട്ടോൺ വേണ്ടത്, നമ്പർ ഓഫ് ഇലക്ട്രോൺ. ഇതിന് മാസ് നമ്പർ 18, 17, 35 ആണല്ലോ. ഒരു ഇലക്ട്രോൺ കൂടിയല്ലേ, ഇവിടെ ഒരു ഇലക്ട്രോൺ 17 എന്നുള്ള 18 ആയി. അപ്പോൾ നെഗറ്റീവ് ചാർജ് കൊടുക്കണം. ഇതാണ് എൻ്റെ ആറ്റത്തിന്. Cl - 1735. ഒന്നുകൂടെ കൂടി, ഇതിനേക്കാൾ ഒന്നുകൂടെ പ്രോട്ടോണിനൊക്കെ ഒന്ന് കൂടിയപ്പോൾ ഒരു ഇലക്ട്രോൺ കൂടിയെന്ന് കാണിക്കുകയത്. അങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു ആറ്റത്തിനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ഇതാണ് വാട്ട് ഈസ് കാൾഡ് അറ്റോമിക് നമ്പർ, മാസ് നമ്പർ. വാട്ട് ഡു യു മീൻ ബൈ അറ്റോമിക് നമ്പർ? വാട്ട് ഈസ് ഇൻ ബൈ മാസ് നമ്പർ? അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഓർ നമ്പർ ഓഫ് പ്രോട്ടോൺ എന്ന് മാത്രം പറഞ്ഞാൽ മതി, സംശയം വേണ്ട. സംശയം എന്തോ പറയുന്നു? ഇല്ല. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ. ഇനി പ്രോട്ടോണിനേക്കായി ഒരെണ്ണം കൂടുതൽ ഇലക്ട്രോൺ കൂടുകയാണെങ്കിൽ നെഗറ്റീവ് വരും, ഒരെണ്ണം കുറഞ്ഞാൽ പോസിറ്റീവ് ആവും. അത്ര മാർത്താവും നീ, അത്രയേ ഉള്ളൂ എൻ്റെ കാര്യം, വേറെ ഒന്നുമില്ല. ഇനി നമുക്ക് ഐസോട്ടോപ്പ് എന്താണെന്ന് നോക്കാം. എന്താണ് ഈ ഐസോട്ടോപ്പ്? ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതെ, ഇപ്പോൾ നേരത്തെ നമ്മൾ എഴുതി കാർബൺ 2 രണ്ടെണ്ണമാണ്, കാർബൺ 12ഉം കാർബൺ 14ഉം വേണ്ട. ഇത് ഐസോട്ടോപ്പുകൾ എന്ന് പറയും. ഇതല്ലേ അറ്റോമിക് നമ്പർ? അറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും, അറ്റോമിക് നമ്പർ സെയിം, പക്ഷെ മാസ് നമ്പർ ഡിഫറൻ്റ് ആയിരിക്കും. അങ്ങനെയുള്ള ആറ്റത്തിനെയാണ് വാട്ട് ഈസ് കാൾഡ് വാട്ട്? ഐസോട്ടോപ്പുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഹൈഡ്രജൻ നോക്കി, H അറ്റോമിക് നമ്പർ സെയിം ആണ്ടോ, മാസ് നമ്പർ 1, 2, 3, മാസ് നമ്പർ ഡിഫറൻറ്റ്. പ്രോട്ടിയം, ഡ്യൂറ്റീരിയം ആൻഡ് ട്രിഷ്യം കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചതാണ്. കഴിഞ്ഞാൽ അപ്പോൾ പഠിക്കാൻ വരും, ഹൈഡ്രജൻ പഠിക്കാൻ വരും. അപ്പോൾ ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകൾ ഇതാണ്, അറ്റോമിക് നമ്പർ സെയിം, മാസ് നമ്പർ ഡിഫറൻറ്റ്. ദേ ആർ കാൾഡ് ഐസോട്ടോപ്സ്. ഇനി ഐസോബാർ എന്താന്ന് നോക്കാം. ഐസോബാർ ആർഗോൺ, പൊട്ടാസ്യം, കാൽസ്യം ഇരിക്കട്ടെ, 3 എണ്ണം. അറ്റോമിക് നമ്പർ ഡിഫറൻ്റ് ആയിരിക്കണം. 18, 19, 20 ആൻഡ് അറ്റോമിക് നമ്പർ ഡിഫറൻ്റ് അല്ലേ, പക്ഷേ മാസ് നമ്പർ സെയിം ആയിരിക്കും. ആണ്ടോ,
നേരെ തിരിച്ച്, ഐസോടോപ്പിന് നേരെ തിരിച്ചാണ്. അറ്റോമിക് നമ്പർ സെയിമും മാസ് നമ്പർ ഡിഫറൻറ്റും ആണെങ്കിൽ ദേ ആർ കാൾഡ് വാട്ട്? ഐസോബാർ. ഐസോബാർ ആണ്. ഇനി എന്താ ഐസോട്ടോൺ? കാർബൺ, നൈട്രജൻ, ഓക്സിജൻ എന്നെടുത്ത് നോക്കാം. ഫ്ലൂറിനും ഇങ്ങോട്ട് ഇരിക്കട്ടെ, ഒരു വഴിക്ക് പോവില്ലേ. ഇത് അറ്റോമിക് നമ്പർ 6, 7, 8, 9. അറ്റോമിക് നമ്പർ ഡിഫറൻറ്റ്. ഇതിൻ്റെ മാസ് നമ്പർ 14 ആണ്, ഇതിൻ്റെ 15 ആണ്, ഇതിൻ്റെ 16 ആണ്, ഇതിൻ്റെ 18. എന്താ വ്യത്യാസം? 8. അതാ നോക്കിയേ, മാസ് നമ്പറും സെയിം, ഡിഫറൻറ്റ്, അറ്റോമിക് നമ്പറും ഡിഫറൻറ്റ്. ന്യൂട്രോൺ ആണ് നോക്കിയേ, 8 അല്ലേ, 8 അല്ലേ, 8 അല്ലേ, 8 അല്ലേ. ന്യൂട്രോൺ സെയിം, നമ്പർ ഓഫ് ന്യൂട്രോൺ സെയിം. ദേ ആർ കാൾഡ് വാട്ട്? ഐസോട്ടോൺസ്. അപ്പോൾ ഐസോടോപ്പ്, ഐസോബാർ, ഐസോട്ടോൺ. എന്താ ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ? അറ്റോമിക് നമ്പർ സെയിം, ദേ ആർ കാൾഡ് വാട്ട്? ഐസോട്ടോപ്സ്. ഡിഫറെൻറ്റ് ആറ്റംസ് ഹാവിങ് സെയിം അറ്റോമിക് നമ്പർ ബട്ട് മാസ് നമ്പർ ഡിഫറെൻറ്റ്, they are called isotope. Atomic number different, mass number same, they are called isobar. Both atomic number and mass number are different, they are called what? Isotones. ഒരു കണ്ടീഷൻ ഉണ്ട് ഐസോട്ടോണിൽ, സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺ. അവിടെ ഉണ്ട്, ന്യൂട്രോൺ സെയിം ആയിരിക്കണം. അല്ല, ഇവിടെ ഒരു 16 വന്നാൽ ശരിയാവത്തില്ല, 8 ആയിരിക്കണം, ഇവിടെ 8 ആയിരിക്കണം. അതാണ് വ്യത്യാസം. ഇപ്പോൾ ഇത് മൂന്നും ക്ലിയറായോ? ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയെല്ലാം നിങ്ങൾ പറയണം. എന്താ ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ? എന്താ? അറ്റോമിക് നമ്പർ സെയിം, മാസ് നമ്പർ ഡിഫറൻറ്റ്. എന്താ? അറ്റോമിക് നമ്പർ സെയിം, മാസ് നമ്പർ ഡിഫറൻറ്റ്. ഇനി ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? നേരെ തിരിച്ച് പറഞ്ഞാൽ മതി. അറ്റോമിക് നമ്പർ ഐസോബാർ, അറ്റോമിക് നമ്പർ ഡിഫറൻറ്റ്, മാസ് നമ്പർ സെയിം. ഇനി അടുത്തതോ? രണ്ടും ഡിഫറൻറ്റാണ്. അതായത് അറ്റോമിക് നമ്പറും ഡിഫറൻറ്റ്, മാസ് നമ്പറും ഡിഫറൻറ്റ്. പിന്നെ എന്ത് സെയിം ഉള്ളത്? ന്യൂട്രോണിൻ്റെ കാര്യം സെയിം ആയി. ക്ലിയർ ആയല്ലോ? ദായനെ ക്ലിയർ ആയി എന്ന് പറയുന്നു. ക്ലിയർ ആയി. ശിഖയ്ക്ക് ക്ലിയർ ആയെന്ന് പറയുന്നു, രാജീവന് ക്ലിയർ ആയെന്ന് പറയുന്നു, യാസീന് ക്ലിയർ ആയെന്ന് പറയുന്നു, എല്ലാവർക്കും ക്ലിയർ ആയെന്ന് പറയുന്നു. ഇനി ആരുമില്ല, ആർച്ചയ്ക്കും ക്ലിയർ ആയെന്ന് പറയുന്നു. എല്ലാവർക്കും ക്ലിയർ ആയി. വെരി ഗുഡ്. ഓക്കെ. രണ്ട് സ്കൂളാണ്. ശരിയായല്ലോ? ശരിയായി. അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. ഐസോ ഇലക്ട്രോണിക്സ്. ഇതിൽ നിന്നും ഈ മൂന്നെണ്ണം വ്യത്യസ്തമാണ് ഐസോ ഇലക്ട്രോണിക്സ്. നോക്കാം എങ്ങനെയാണെന്ന്. ഐസോ ഇലക്ട്രോണിക്സിൻ്റെ പ്രത്യേകത നോക്കാം. ഐസോ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞാൽ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. കേൾക്കുമ്പോൾ അറിയാം, ഐസോ ഇലക്ട്രോണിക്സ്, സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഇപ്പോൾ Na എന്ന് പറയുന്നത് Na+ എടുക്കുന്നു. പിന്നീട് വേറെ ഒന്നും എടുക്കാം നമുക്ക്. Na+, പൊട്ടാസ്യം വേണ്ട, സോഡിയം, ബെറിലിയം, മഗ്നീഷ്യം നോക്കി. മഗ്നീഷ്യം 2+ എന്നെടുക്കുന്നു. അലുമിനിയം 3+ എടുക്കുന്നു. ഞാൻ പറയുന്നു ഇതെല്ലാം ഐസോ ഇലക്ട്രോണിക്സ് ആണെന്ന്. നോക്കി, ഇതിൽ അറ്റോമിക് നമ്പർ എത്ര? 10 അല്ലേ, 11 അല്ലേ? ഇതിന് അറ്റോമിക് നമ്പർ എത്ര? 12 അല്ലേ? ഇതിന് അറ്റോമിക് നമ്പർ എത്ര? 13 അല്ലേ? പ്ലസ് എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോൺ പോയി, അപ്പോൾ ഇലക്ട്രോൺ എണ്ണം ഇവിടെ എത്ര? 10. 2+ എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺ പോയി, അപ്പോൾ ഇലക്ട്രോൺ എത്ര? 10. 3+ എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് 3 ഇലക്ട്രോൺ പോയി, അവിടെയും 10. നമ്പർ ഓഫ് ഇലക്ട്രോൺ സെയിം അല്ലേ? ദേ ആർ കാൾഡ് ഐസോ ഇലക്ട്രോണിക്സ്. വാട്ട് ആർ ഐസോ ഇലക്ട്രോണിക്സ്? നന്നായി മനസ്സിലാക്കണം. കേൾക്കുമ്പോൾ അറിയാം ഐസോ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ എണ്ണം സെയിം. ഇലക്ട്രോണിൻ്റെ എണ്ണം സെയിം ആണെങ്കിൽ, അല്ല, ആറ്റംസ് ഹാവിങ് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ദേ ആർ കാൾഡ് വാട്ട്? ഐസോ ഇലക്ട്രോണിക്സ്. ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കാം. എന്താണ് ഈ ന്യൂക്ലിയോൺ? ന്യൂക്ലിയസിനകത്ത് എന്തൊക്കെയുണ്ട്? ന്യൂട്രോൺ ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്. രണ്ടിനൂടെ ചേർത്ത് നമ്മൾ അച്ഛനും അമ്മയും കൂടെ ചേർത്ത് നമ്മൾ പാരൻസ് എന്ന് പറയത്തില്ലേ? അതേപോലെ നൈട്രജനും പ്രോട്ടോണും ടുഗദർ ഈസ് കാൾഡ് വാട്ട്? ന്യൂക്ലിയോൺ.
രണ്ടും കൂടെ ചേർത്ത് പറയുന്നതാണ് വാട്ട് ഈസ് കാൾഡ് വാട്ട്? ന്യൂക്ലിയോൺ. ന്യൂട്രോൺ ആൻഡ് പ്രോട്ടോൺ ടുഗദർ ഈസ് കാൾഡ് വാട്ട്? ന്യൂക്ലിയോൺ. ന്യൂക്ലിയോൺ എന്ന് പറയാം. ന്യൂക്ലിയോൺ. വാട്ട് ഈസ് ഇൻ ബൈ എ ന്യൂക്ലിയോൺ? ഇത്രയും ടൈംസ് കാര്യങ്ങൾ പിടികിട്ടിയോ? കിട്ടിയെങ്കിൽ പതുക്കെ പതുക്കെ ഇങ്ങനെ അങ്ങ് പഠിച്ച് നിങ്ങളങ്ങ് പോകുമല്ലോ. പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തും, ഇപ്പോൾ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ്, ആ എൻട്രൻസ് വരെ ഐസോട്ടോപ്പ്, ഐസോബാർ, ഐസോട്ടോൺസ്, ഐസോ ഇലക്ട്രോണിക്സ്, അല്ലെ വിച്ച് ഓഫ് ദി ഫോളോയിങ് പെയർ ഈസ് ഐസോ ഇലക്ട്രോണിക്സ് എന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറയാൻ പറ്റും. അത് മനസ്സിലാക്കുക. സയൻസ് എന്ന് പറഞ്ഞതാണ്. എന്താണ്, എങ്ങനെയാണ് ഇലക്ട്രോൺ ഡിസ്കവർ ചെയ്തത്, എങ്ങനെയാണ് പ്രോട്ടോൺ ഡിസ്കവർ ചെയ്തത്, നിങ്ങൾ തന്നെ സ്വയം പറഞ്ഞു നോക്കണം. അതാണ്, വേറൊരാൾ അല്ല നമ്മൾ ചെയ്യേണ്ടത്. അതെ, അപ്പോൾ നമുക്ക് ആ ടെൻഡൻസി ഉണ്ടാവും. അബ്ദുൽ കലാം ആസാദ് ഒക്കെ എങ്ങനെയായിരുന്നു? ആസാദ് അല്ല, അബ്ദുൽ കലാം, നമ്മുടെ അബ്ദുൽ കലാം നമ്മുടെ പ്രസിഡന്റ് തന്നെ, അദ്ദേഹം തന്നെ ഭയങ്കര ഇതായിരുന്നു. ഒരുപാട് കഥയുണ്ട് അതൊക്കെ. എൻ്റെ വീടിൻ്റെ വാതിൽ കൂടായിരുന്നു അത് നടന്നു പോകുന്നത്. പോട്ട്, ഞാനൊന്നും പറ്റി പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഥയിലേക്ക് ആയിപ്പോവും. എനിവേ, നമ്മൾ ചിന്തിക്കണം. നമ്മൾ ചിന്തിക്കുമ്പോഴേ നമ്മൾ അതിനകത്തേക്ക് നമ്മൾ എടുക്കണം പറഞ്ഞാൽ, ഇപ്പം ഇത്ര എഴുതാം, ഞാൻ ഇത്രയും നിരനിരാന്ന് എഴുതി കഴിയുമ്പോൾ ഒരു ചാപ്റ്ററിനകത്ത് വരുമ്പോൾ ഇത്രയും നിരനിരാന്ന് എഴുതുമ്പോൾ അത്രയും കാര്യങ്ങൾ കിട്ടും. സ്വയം ചോദിക്കണം, എനിക്ക് ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺ എനിക്ക് അറിയാം, എനിക്ക് ഡിസ്കവറി ഓഫ് പ്രോട്ടോൺ അറിയാം, എനിക്ക് ഡിസ്കവറി ഓഫ് ന്യൂട്രോൺ എനിക്കറിയാം. ഈ രീതി ചിന്തിച്ചാൽ ഗോൾഡ് ഫോയിൽ എനിക്ക് സ്വല്പം അറിഞ്ഞൂടാ, ഒന്ന് വായിക്കണം. എന്നിട്ട് അതിനെപ്പറ്റി നമ്മൾ ഒരു നടത്തണം. നമ്മുടെ കൂട്ടുകാരുടെ ഇടയിൽ ഒരു ചർച്ചാ വിഷയമാക്കി എടുക്കണം. നിനക്കിതറിയാമോടാ, നിനക്കറിഞ്ഞൂടാ, യെസ്, നീ കേട്ടോ ഞാൻ പറയുന്നത്, ഇതൊക്കെ ഒരു ചർച്ചാ വിഷയമാക്കണം. ആയി കഴിയുമ്പോൾ നത്തിങ്, ഇതെല്ലാം നിങ്ങളുടെ കൈവെള്ളയിരിക്കും കുഞ്ഞുങ്ങളെ. എന്തിനു കൂടുതലും കാണാൻ പഠിക്കേണ്ട, ഒന്നും വേണ്ട. യു വിൽ ഗീവ് ദ എനി ആൻസർ ഫ്രം എനി ക്വസ്റ്റ്യൻ. ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്ത രീതിയിൽ ആ ചാപ്റ്റർ നിങ്ങളെ വളർന്ന് നിങ്ങളുടെ കയ്യിൽ വെള്ളയിൽ, കൈത്തുമ്പിൽ, വെള്ളയിൽ നിന്ന് വേണ്ട തുമ്പിൽ വന്നിരിക്കും. എന്നിട്ട് നിങ്ങൾക്ക് എപ്പോഴാണ് ആവശ്യമുള്ളപ്പോൾ നിങ്ങളത് എടുക്കാം. അതേ അമ്പാടി, ഈ പറയുന്നതിന് ഒരു വ്യത്യാസവുമില്ല. നിഷയെടുത്തും പറയാണ്, കറക്റ്റായിട്ട് ഞാൻ പറയാണ്. അങ്ങനെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ E/M റേഷ്യോ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്, അതുപോലെ ജെ തോംസൺ മോഡൽ, പ്ലം പുഡിംഗ് മോഡൽ, പിന്നെ അതുപോലെ ബോർ മോഡൽ ഓഫ് ദി ആറ്റം, ജെ തോംസൺ മോഡൽ, റൂദർഫോർഡ് മോഡൽ, അറ്റോമിക് സ്പെക്ട്ര ഉണ്ടാക്കുന്നത്, പിന്നീട് അടുത്ത് തന്നെ അറ്റോമിക് നമ്പർ. ഇപ്പോൾ തന്നെ പറഞ്ഞ് ഇത്രയും തീർന്നു കഴിഞ്ഞു. വേണ്ടോ, അറ്റോമിക് നമ്പർ, മാസ് നമ്പർ, ഐസോട്ടോപ്പ്, ഐസോബാർ, ഐസോട്ടോൺ, ഐസോ ഇലക്ട്രോണിക്സ്, ന്യൂക്ലിയോൺ, പിന്നെ എന്ത് വേണം നമുക്ക്? യെസ്, എല്ലാം നമ്മുടെ വെള്ളയിൽ, കൈപ്പിടിയിൽ ഒതുങ്ങിയിരിക്കും. ഈ കൈപ്പിടിയിൽ എന്താ ഇത്, നിങ്ങളുടെ കയ്യിൽ, നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങിയിരിക്കും. അതേ അച്ചു, ഞാൻ സത്യമേ പറയത്തുള്ളൂ. ബൃന്ദുവിനടുത്തും പറയുകയാണ്, അതെ, ബൃന്ദു അല്ല ബിന്ദു, ബൃന്ദുവിൻ്റെ അടുത്തും പറയാ, പൊന്നുവിൻ്റെ അടുത്തും പറയാണ്, കറക്റ്റായിട്ട് നിങ്ങൾ നീങ്ങിയാൽ യെസ്, എല്ലാം നമ്മുടെ ഒരു കൈപ്പിടിയിൽ ഒതുക്കാം. ഓൾ ദ കെമിസ്ട്രി ദാറ്റ് ഹോൾഡ് ഇൻ യുവർ ഹാൻഡ്, നോട്ട് ഇൻ യുവർ ഹാൻഡ്, ഇൻ യുവർ പാം, അവിടെ നിങ്ങൾ പെടുത്താം. പിന്നെ ഏത് സമയം വാടാ എന്ന് വിളിച്ചാൽ ആ സമയത്ത് വന്നിരിക്കും. അതെ, അസമയത്തല്ല, ആ സമയത്ത് നിങ്ങൾ വിളിക്കുന്ന സമയത്ത്, അസമയത്ത് എന്നല്ലേ പറഞ്ഞ്, നിങ്ങൾ വിളിക്കുന്ന സമയത്ത് വന്നിരിക്കും. അതാണ് കെമിസ്ട്രി. വിളിച്ചാൽ വരും, ആ സ്ഥലത്തെത്തും. അപ്പോൾ നോക്കി, ഇത്രയും കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ ഞാൻ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാൻ പോവാ. അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കട്ടോ? കടക്കാം. ഓക്കെ പറഞ്ഞു. എല്ലാവരും ഓക്കെ പറയുകയാണ്. എങ്കിൽ ഞാൻ അടുത്ത ഇത് പറയാൻ പോവാണ്. അടുത്തതാണ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി, PLANCKS, പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി. എല്ലാവരും ഒരു നിമിഷം കൂടെ എല്ലാം നോക്ക്, ഇത്രയും ക്ലിയർ ആയോ എന്ന്. നമുക്ക് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറിയിലേക്ക് വരാം.
റെഡിയായോ? ഓക്കെ, എല്ലാവരും ക്ലിയർ എന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അങ്ങനെയാണ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറിയിലേക്ക് വരാം. ഇതാ ഇതിൽ ഒരു ബ്ലാക്ക് ബോഡിയാണ്, ഒരു ബ്ലാക്ക് ബോഡി. അവിടെ വന്ന് ലൈറ്റ് എനർജി വന്ന് ഇൻസിഡൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ ലൈറ്റ് എനർജി എമിറ്റ് ചെയ്യും. ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്യുക, അല്ലെങ്കിൽ ലൈറ്റ് എനർജി എമിറ്റ് ചെയ്യുക. അത് കണ്ടിന്യൂസ്ലി, നോട്ട് ഇതിങ്ങനെ അബ്സോർബ് ചെയ്യുന്നു, എമിറ്റ് ചെയ്യുന്നു, അബ്സോർബ് ചെയ്യുന്നു, എമിറ്റ് ചെയ്യുന്നു, ഇൻ ദ ഫോം ഓഫ് സ്മാൾ പാക്കറ്റ്സ്, സ്മാൾ ബണ്ടിൽസ്. ഇപ്പൊ അഞ്ജന മുമ്പിൽ അമ്മ ഇഡ്ഡലി കൊണ്ട് വെച്ചിരിക്കുന്നു. ആ അഞ്ജനയുടെ വായിൽ ആ ഇഡ്ഡലി കൊള്ളൂല, കാരണം വലിയ ഇഡ്ഡലിയാണ്. അപ്പൊ അഞ്ജന എന്താ ചെയ്യുന്നില്ല, അഞ്ജന ബുദ്ധിമതിയാ. അഞ്ജന ഇഡ്ഡലി എന്ത് ചെയ്യുന്നു, പീസാക്കുന്നു. ആ ഒരു പീസ് എടുക്കുന്നു, കഴിക്കുന്നു. ഒരു ബണ്ടിൽ. അടുത്ത പീസ് എടുക്കുന്നു, കഴിക്കുന്നു. അടുത്ത പീസ് എടുക്കുന്നു, കഴിക്കുന്നു. കാരണം ബണ്ടിൽ ഓഫ് ഇതാണ്, ഒരു ബണ്ടിലായിട്ടാണ്, ഒരു പാക്കറ്റായിട്ടാണ് അബ്സോർബ് ചെയ്യുന്നത്. അതേപോലെ എമിറ്റ് ചെയ്യുന്നത്, നമ്മൾ ചില സമയത്ത് ഒരുപാട് ഇതാകുമ്പോൾ നമ്മൾ ചിലപ്പം ഒമിറ്റ് ചെയ്യും. അത് ഒമിറ്റ് ചെയ്യുന്നത് ഒരു കഷ്ണം എമിറ്റ് ചെയ്തു. അടുത്ത പിന്നെയും വരുന്നു, വരുന്നു, വീണ്ടും എമിറ്റ് ചെയ്യും. അല്ല, എല്ലാം കൂടെ ഇങ്ങനെ എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല, ആണോ? ഇങ്ങനെയല്ല എമിറ്റ് ചെയ്യുന്നത്, പാക്കറ്റായിട്ടറി. അപ്പോൾ അമ്മ വന്ന് തടവി കൊടുക്കും. വേണ്ട, ഓരോ പാക്കറ്റ്. അടുത്ത് ഇതൊരു ഗ്ലാസ്സിനകത്ത് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പാക്കറ്റ്. വീണ്ടും അടുത്ത് ശ്രദ്ധിക്കുന്ന ഒരു ഗ്ലാസ്സിനകത്ത് കവർ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരു പാക്കറ്റ്. അങ്ങനെ പാക്കറ്റായിട്ടായിരിക്കും എമിറ്റ് ചെയ്യുന്നത്. അതിൽ അബ്സോർബ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞില്ലേ, ഉണ്ട പിടിച്ച് ഒരുണ്ട, 2 ഉണ്ട, 3 ഉണ്ട, 4 ഉണ്ട, 5 ഉണ്ട, 6 ഉണ്ട, 7 ഉണ്ട, 8 ഉണ്ട. മതിയോ? മതി. ഇങ്ങനെ അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കും, അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഇത് പറയുന്നത്, പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി പറയുന്നത്, എനർജി അബ്സോർബ്ഡ് ബൈ എ പാർട്ടിക്കിൾ ഇൻ ദ ഫോം ഓഫ് സ്മാൾ പാക്കറ്റ്സ് ഓർ ബണ്ടിൽസ് കാൾഡ് വാട്ട്? ക്വാണ്ട. ക്വാണ്ട എന്ന് പറഞ്ഞാൽ കെട്ടെന്ന ഒരു ബണ്ടിൽ എന്നാ. അതായത് പ്ലാങ്ക്സ് പ്ലാങ്ക്സ് അതിനെ പറയുന്ന വാട്ട് ഇസ് കാൾഡ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി എന്ന് പറയും. റേഡിയന്റ് എനർജി ഈസ് അബ്സോർബ്ഡ് ഓർ എമിറ്റഡ്. നോട്ട് കണ്ടിന്യൂസ്ലി. കണ്ടിന്യൂസ് ആയിട്ട് എമിറ്റ് ചെയ്യത്തില്ല. ഇപ്പോൾ തന്നെ നമ്മൾ തന്നെ ഇങ്ങനെ തിന്നോണ്ടിരിക്കാന്നോ? അല്ല. പിന്നെ എങ്ങനെ വരണം? ഉരുണ്ട, അടുത്ത ഉണ്ട, ഇങ്ങനെ തിന്നുന്നത്. അതോ തിന്നുമല്ല, ഛർദ്ദിക്കുമ്പോഴേ ഒരില്ലേ, നോട്ട് കണ്ടിന്യൂസ്ലി ബട്ട് ഡിസ്കണ്ടിന്യൂസ്ലി. അത് ഓർക്കണം. എനർജി അബ്സോർബ്ഡ് നോട്ട് കണ്ടിന്യൂസ്ലി ബട്ട് വാട്ട്? ഡിസ്കണ്ടിന്യൂസ്ലി ഇൻ ദ ഫോം ഓഫ് സ്മാൾ പാക്കറ്റ്സ്, in the form of small bundles called what? Quanta. അതാണ് ക്വാണ്ടം തിയറി എന്ന് പറയുന്നത്. നമ്മളങ്ങനെ നമ്മുടെ ബോഡിയിലാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ എനർജി അബ്സോർബ് ചെയ്യുന്നുണ്ട്, അല്ലേ? ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നുണ്ട്. അതിങ്ങനെ കുറച്ചല്ല, അങ്ങ് അബ്സോർബ് ചെയ്യുന്നുണ്ട്. ദാറ്റ് കണ്ടിന്യൂസ് ആയിട്ടല്ല, ഡിസ്കണ്ടിന്യൂസ് ആയിട്ട്. നമുക്ക് തന്നെ എടുക്കാം, വീട്ടിൽ തന്നെ നമ്മൾ തന്നെ ആഹാരം കഴിക്കുന്ന എടുത്താൽ മതി. ഇങ്ങനെ പറഞ്ഞാൽ മതി, energy or radiant energy absorbed by a particle not continuously but discontinuously. മലയാളം മീഡിയംകാരുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. നോട്ട് കണ്ടിന്യൂസ്ലി ബട്ട് ഡിസ്കണ്ടിന്യൂസ്ലി. തുടർച്ചയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ല, ഡിസ്കണ്ടിന്യൂസ് ആയിട്ട്. ഒരുണ്ട, അല്ലേ, കുറച്ച് വെയിറ്റ് ചെയ്ത് അങ്ങ് ഇറങ്ങിപ്പോയി, അടുത്തുണ്ട, ഇറങ്ങിപ്പോയി, അടുത്തുണ്ടാണ്ട്. കണ്ടിന്യൂസ് ആയിട്ടാണോ? കണ്ടിന്യൂസ് ആണെങ്കിൽ പറഞ്ഞുകൊണ്ടേയിരിക്കും. ചില തിയേറ്റർ സിനിമ കാണാൻ പോകുമ്പം ഇല്ല കപ്പലിൻ്റെ കുരു വാങ്ങിച്ചാണ് അറിഞ്ഞത്, അത് കണ്ടിന്യൂസ് ആയിട്ടാണ്. അതുപോലെ കുറച്ച് നേരം കഴിയുമ്പോൾ ശബ്ദം വെച്ച് കേൾക്കും, അത് കണ്ടിന്യൂസ്. ഇത് ഡിസ്കണ്ടിന്യൂസ് ആണ്. ഓരോന്നോരോന്ന് ഇങ്ങനെ. ദാറ്റ് ഈസ് വാട്ട് ഈസ് കാൾഡ് കണ്ടിന്യൂസ്ലി, നോട്ട് കണ്ടിന്യൂസ്ലി ബട്ട് ഡിസ്കണ്ടിന്യൂസ്ലി in the form of small packets called what? Quanta. Small bundle called what? Quanta. This energy is, that is
energy is directly proportional to what is called nu, frequency of light. Frequency incident light is directly proportional to nu, or E is equal to what? A constant h into nu, and this h is called what? Planck's constant. ആ എച്ചിനെയാണ് പറയുന്നത് വാട്ട് ഇസ് കാൾഡ് വാട്ട്? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. നമ്മുടെ ബോഡിയിൽ ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ ഈ എനർജിയാണ് അബ്സോർബ് ചെയ്യുന്നത്, ഈ സിയിൽ എച്ചിനിയും ആയിട്ട് അബ്സോർബ് ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മൾ കുറച്ച് വീർത്ത് പോകുന്നത് എനർജി. ആണ്ട വീർത്ത് നമ്മുടെ ആ ഇതിൽ കൂടെ, നമ്മുടെ ഹോളിൽ കൂടെ, നമ്മുടെ ബോഡിയുടെ സ്കിന്നിൽ കൂടെ ഹോളുണ്ട്, ആ ഹോളിൽ കൂടെ പുറത്തിയാടും. അതും ഒരു തുടർച്ചയായിട്ടല്ല, നമുക്ക് തുടർച്ചയായിട്ട് തോന്നുന്നെങ്കിലും തുടർച്ചയായിട്ടല്ല, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ദാറ്റ് ഈസ് ഇ ഈക്വൽ ടു വാട്ട്? എച്ച് ന്യൂ എന്ന് പറയുന്നത്. അത് ഓരോ എണ്ണമായിട്ടാണ്. ഇ ഈക്വൽ ടു 1h ന്യൂ, 2h ന്യൂ, 3h ന്യൂ, 4h ന്യൂ, 5h ന്യൂ, എക്സെട്രാ h ന്യൂ, nh ന്യൂ. കണ്ടോ? ഇത് എത്ര പാർട്ടുകൾ, ഈ എത്ര ഈ നമ്പർ ഒക്കെ എത്ര കണ്ടുപിടിക്കാം നമുക്ക്. ഈ വാല്യൂ ഒക്കെ ഉണ്ടെങ്കിൽ എത്ര പാർട്ടുകൾ എമിറ്റ് ചെയ്തു എന്ന് വരെ നമുക്ക് കണ്ടുപിടിക്കാം. എത്ര ഉണ്ട നമ്മൾ തിന്നു എന്ന് വരെ കണ്ടുപിടിക്കാം. ഇപ്പോൾ nh ന്യൂ, n ഉണ്ട നമ്മൾ കഴിച്ചത്. ഇ ഈക്വൽ ടു വാട്ട്? h ന്യൂ. ഇ ഈക്വൽ ടു വാട്ട്? nh ന്യൂ. അതാണ് വാട്ട് ഈസ് കാൾഡ് വാട്ട്. അപ്പം വാട്ട് ഈസ് ഇൻ ബൈ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് തിയറി പറയുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന്, ആദിത്യൻ ലിസൺ, ഒന്ന് റേഡിയൻ്റ് എനർജി അബ്സോർബ്ഡ് ഓർ എമിറ്റഡ്. എമിറ്റഡ് മനസ്സിലായല്ലോ? അബ്സോർബ്ഡ് ഓർ എമിറ്റഡ് in the form of small packets or small bundles called what? Quanta. But it is what? Not continuously but discontinuously. Number 2, this radiant energy absorbed or emitted is directly proportional to the frequency of light, incident light. ഈ ലൈറ്റിനെ ആശ്രയിച്ചിരിക്കും, ഫ്രീക്വൻസി ആശ്രയിച്ചിരിക്കും. Frequency of light. That is E is equal to what? H into nu. E is equal to H nu എന്ന് കൊടുക്കാം. ഇനി അത് 1h nu ഒരുണ്ട, 2 ഉണ്ട, 3 ഉണ്ട, ഉണ്ടായിട്ടായിരിക്കും അബ്സോർബ് ചെയ്യുന്നത് അല്ലെ എമിറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. E is equal to what? h nu, where n is equal to what? Integers 1, 2, 3, 4 etc. ഓക്കെ, ഇതാണ് വാട്ട് ഇസ് കാൾഡ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി. ഇത്രയും ക്ലിയർ ആയല്ലോ. ഈ 3 കാര്യങ്ങൾ വെറുതെ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. Radiant energy is absorbed. Radiant energy is absorbed or emitted. Not continuously, അത് വേണം ചേർത്തു, but discontinuously. In the form of what? Small packets. In the form of small, ഇങ്ങനെയാണ് പറഞ്ഞത്, in the form of small packets. Called what? Quanta. ഇനി this radiant energy is directly proportional to frequency of light. Directly proportional to frequency of light. Or E is equal to what? H nu. Then third one, the energy absorbed or emitted integral multiples of H nu എന്ന് പറഞ്ഞാൽ 1h nu, 2h nu, 3h nu or nh nu. ഈ 3 കാര്യങ്ങൾ പറയുമ്പോൾ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി അവിടെ തീരും. ആ 3 കാര്യങ്ങൾ എക്സ്പ്ലെയിൻ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി എന്ന് പറഞ്ഞാൽ ഇതൊന്ന് പറഞ്ഞുകൂടി നിങ്ങൾക്ക്? എന്താണ് അതിന് ബുദ്ധിമുട്ട് എന്ന് പറയാം. ക്ലിയർ ആയല്ലോ? ക്ലിയറായി, എല്ലാവരും ക്ലിയറായി. ആരോ എന്ന് പറയുന്നത് ക്ലിയർ ആയില്ലെന്ന്. യാസിൻ ക്ലിയർ? യാസിൻ തേർഡ് പോയിന്റ് ഒന്നും കൂടെ. തേർഡ് പോയിന്റ് ഇത്രയേ ഉള്ളൂ. ദി എനർജി അബ്സോർബ്ഡ് ഓർ എമിറ്റഡ് ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് എച്ച് ന്യൂ. 1h nu, 2h nu, 3h nu, 4h nu. 1 ഉണ്ട, 2 ഉണ്ട, 3 ഉണ്ട, 4 ഉണ്ട, 5 ഉണ്ട, n ഉണ്ട എന്ന് പറഞ്ഞാൽ nh nu. ഈ സിഗൽ വാട്ട്? nh nu. ക്ലിയർ? ഓക്കെ. നന്ദനയ്ക്ക് ക്ലിയർ ആയി. ഓക്കെ, നന്ദനയ്ക്ക് ക്ലിയർ ആയി, 2 പ്രാവശ്യം ക്ലിയർ ആയി. അച്ചുവിനും ക്ലിയർ ആയി. ഓക്കെ, നന്ദനയ്ക്ക് ക്ലിയർ ആയി, അഞ്ജനയ്ക്ക് ക്ലിയർ ആയി, അൻസിയിലെ ക്ലിയർ ആയി, പ്രശാന്തിന് ക്ലിയർ, അയന ക്ലിയർ, വെരി ഗുഡ് അയന. പ്രശാന്ത് ക്ലിയർ, അഭയ് വെരി ഗുഡ്, വെരി ഗുഡ്, ഗുഡ്. നോട്ട് ക്ലിയർ എന്നെഴുതിക്കുന്നു. ആഷിക്ക് ക്ലിയർ ആയില്ലെന്ന് എഴുതിയിരിക്കുന്നു. ആഷിക്ക് എന്താണ് ക്ലിയർ ആവാത്തത്? എവിടെയാണ് ക്ലിയർ ആവാത്തത്? എനർജി
റേഡിയൽ എനർജി ഈസ് അബ്സോർബ്ഡ് ഓർ എമിറ്റഡ് ഇൻ ദ ഫോം ഓഫ് സ്മാർട്ട് പാക്കറ്റ് ആണോ, അതോ E ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ആണോ, അതോ E ഈസ് ഈക്വൽ ടു h nu ആണോ? ഏതാണ്? ഇപ്പം ക്ലിയർ ആയി കാണുന്നില്ലേ? അതെ, പ്രിയയ്ക്ക് ഒക്കെ ക്ലിയർ ആയെന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ ഒന്ന് പഠിച്ച് നിങ്ങൾ ഉണ്ണിയൊക്കെ ഇങ്ങനെ ഒന്ന് പഠിച്ചൊന്ന് ക്ലിയർ ആയിക്കൂടെ? ക്ലിയർ ആവാം. അതില്ല, ക്ലിയർ ആയി. വിജയ് ക്ലിയർ ആയി. പ്രീതയ്ക്കും ക്ലിയർ ആയി. ഓക്കെ, എല്ലാവരും ക്ലിയർ ആയി. അപ്പോൾ ഞാനിനി അടുത്തതിലേക്ക് അടുത്ത് ഒരു പോയിന്റ് കൂടെ ഒന്ന് പറഞ്ഞേക്കട്ടെ. ഒരു പോയിന്റ് കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. ദേ, വേവ് ലെന്ത് ഒരു ടൈം. പിന്നീട് ഫ്രീക്വൻസി വേവ് ലെന്ത്, ഫ്രീക്വൻസി, ആംപ്ലിറ്റ്യൂഡ് വേവ് നമ്പർ ഫ്രീക്വൻസി, ആംപ്ലിറ്റ്യൂഡ്, വേവ് നമ്പർ. ഇനി ഉപയോഗിക്കുന്ന ലെറ്റർ ലാംഡയാണ്, ഫ്രീക്വൻസി ന്യൂ ആണ്, ആംപ്ലിറ്റ്യൂഡ് ഉപയോഗിക്കുന്ന ലെറ്റർ എ ആണ്, വേവ് നമ്പറിന് ഉപയോഗിക്കുന്ന ലെറ്റർ ന്യൂ ബാർ ആണ്. ഈ 4 ടൈം നമുക്കൊന്ന് പരിശോധിക്കാം എങ്ങനെ ഉണ്ടെന്ന്. എന്നിട്ട് നമുക്കിന്ന് അവസാനിപ്പിക്കാം. ദേ, വേവ് ലെന്ത് ഒരു തിരമാല ഇങ്ങനെ അടിച്ച് ഇങ്ങനെ പോവുകയാണ്. ഇങ്ങനെ അടിച്ച് ഇങ്ങനല്ലേ പോകുന്നത് ഒരു തിരമാല അല്ലേ? ഇപ്പോൾ ആർഷ ഇങ്ങനെ തിരമാലയിൽ ഇങ്ങനെ ഇടുകയാണെങ്കിൽ തിരമാല മേലോട്ട് കയറി പോയിട്ട് ആർഷ താഴോട്ട് വന്നിട്ട് പിന്നെ ആർഷ മേലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതാണ് സർഫസ്, ലിക്വിഡിൻ്റെ സർഫസ്. മേലോട്ട് കയറിയിട്ട് താഴോട്ട് പോകും, പിന്നെ ഇങ്ങനെ പോകും. ഇതിനെ പറയും ക്രസ്റ്റ് എന്നും, ക്രസ്റ്റ്. ഇതിനെ പറയും ട്രഫ് എന്നും. താഴോട്ട് പോകുന്നതിന് ട്രഫ് എന്നും, ഇതിനെ മേലോട്ട് പോകുന്നതിന് ക്രസ്റ്റ് എന്ന് പറയും. ഈ 2 നിയറസ്റ്റ് ആയിട്ടുള്ള 2 ക്രസ്റ്റിനെയാണ് പറയുന്നത് ഡിസ്റ്റൻസ് ആണ് വാട്ട് ഈസ് കാൾഡ് വേവ് ലെന്ത് ആണ്. അല്ലെങ്കിൽ ട്രഫ് ആയാലും മതി. ഇതാണ് വാട്ട് ഈസ് കാൾഡ് വേവ് ലെന്ത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 നിയറസ്റ്റ് ക്രസ്റ്റ് ഓർ 2 നിയറസ്റ്റ് ട്രഫ്, അതാണ് വാട്ട് ഈസ് കാൾഡ് വേവ് ലെന്ത്. 2 നിയറസ്റ്റ് ക്രസ്റ്റ് അല്ലെങ്കിൽ 2 നിയറസ്റ്റ് ട്രഫ്, അതാണ് വാട്ട് ഈസ് കാൾഡ് വാട്ട് വേവ് ലെന്ത് ലാംഡ. ഇനി നോക്കിയേ, ഈ ഹൈറ്റ് കണ്ടോ, ഹൈറ്റ് ഓഫ് ദ ക്രസ്റ്റ് ഓർ ഡെപ്ത് ഓഫ് ദി ട്രഫ്, ഇതിനെ പറയും വാട്ട് ഈസ് കാൾഡ് ആംപ്ലിറ്റ്യൂഡ്, ഹൈറ്റ്. ഇപ്പോൾ സുനാമി വന്നപ്പോൾ ഇങ്ങനെ വലോട്ടങ്ങ് പൊങ്ങിയിട്ട് താഴോട്ടല്ലേ വന്നത്, ആ ഹൈറ്റാണ് വാട്ട് ഈസ് കാൾഡ് വാട്ട് ഹൈറ്റ് ഓഫ് ദ ക്രസ്റ്റ് അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് ദി ക്രസ്റ്റ്, അതാണ് വാട്ട് ഈസ് കാൾഡ് വാട്ട് ആംപ്ലിറ്റ്യൂഡ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഒരു പോയിന്റ് എടുക്കുന്നു, അവിടെ നിന്ന് എത്ര വേവ്സ് ഉണ്ടായി, നമ്പർ ഓഫ് വേവ്സ് പ്രൊഡ്യൂസ്ഡ് പെർ സെക്കൻഡ് അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ്. ഒരു പോയിന്റിൽ നിന്നും എത്ര വേവ്സ് ഉണ്ടായി, നോക്കി എത്ര, നിങ്ങൾ എണ്ണി നോക്കണം എത്ര എണ്ണം ഒരു സെക്കൻഡിലാണ്. ഒരു സെക്കൻഡിൽ നിന്ന് ഒരു പോയിന്റിൽ നിന്ന് എത്ര വേവ്സ് ഉണ്ടായി, അതാണ് വാട്ട് ഈസ് കാൾഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് വേവ്സ് പ്രൊഡ്യൂസ്ഡ് പെർ സെക്കൻഡ്, നമ്പർ ഓഫ് വേവ്സ് പ്രൊഡ്യൂസ്ഡ് പെർ സെക്കൻഡ് അറ്റ് എ ഗിവൺ പോയിന്റ്, അതാണ് വാട്ട് ഈസ് കാൾഡ് വാട്ട് ഫ്രീക്വൻസി. ഇനി അതിനെ റെപ്രസെൻറ്റ് ലെറ്റർ ന്യൂ ആണ്. ന്യൂ ബാർ എന്താ പറയുക, വേവ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ അറിയുക, ന്യൂ ബാർ ഈക്വൽ ടു റെസിപ്രോക്കൽ വേവ് ലെന്ത് ഈസ് കാൾഡ് വേവ് നമ്പർ. വേവ് ലെന്തിൻ്റെ റെസിപ്രോക്കലാണ് വേവ് നമ്പർ എന്ന് പറയുന്നത്. വേവ് ലെന്തിൻ്റെ യൂണിറ്റ് ആംസ്ട്രോം ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ മീറ്റർ ആയിട്ട് എടുക്കാം. ഫ്രീക്വൻസി നമുക്ക് യൂണിറ്റ് ഹെർട്സ്, HZ എന്ന് റെപ്രസെൻറ്റ്, HZ ഹെർട്സ്, HERTZ ഫ്രീക്വൻസി, ഹെർട്സ്. ആംപ്ലിറ്റ്യൂഡ് ലെന്ത് അല്ലേ, ലെന്ത്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ആണ്, ഹൈറ്റ് ലെന്തായിട്ട് എടുക്കുക, സെൻറ്റിമീറ്ററിനോ മീറ്ററിനോ ഇതാ എടുക്കുക. വേവ് നമ്പർ 1 ലാംഡ സെൻറ്റിമീറ്റർ റേസ് ടു -1 അല്ലെങ്കിൽ മീറ്റർ റേസ് ടു -1. അങ്ങനെ യൂണിറ്റ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് വേവ് ലെന്ത്, ഫ്രീക്വൻസി, ആംപ്ലിറ്റ്യൂഡ്, വേവ് നമ്പർ. ഇത്രയും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇത്രയും ടൈംസ് ഇവിടെ കിട്ടിയല്ലോ, കിട്ടി. അടുത്ത ദിവസം ഇത്രയും ടൈംസ് തന്നെത്താനെ നിങ്ങളൊന്ന് നോട്ടിലൊന്ന് എഴുതിക്കേ. നോട്ട് പ്രിൻ്റ് ഔട്ട് തന്നിട്ടുണ്ടെങ്കിലും അത് കൂടാതെ നിങ്ങൾ ഈ ക്ലാസ് പറഞ്ഞ് കേട്ടോണ്ട് ആ കേട്ടതനുസരിച്ച് നിങ്ങളൊന്ന് എഴുതിക്കേ.
അല്ലേ ആർഷേ? അതാണ് വേണ്ടുന്നത്. അല്ലേ ഷികെ? അതെ. അയനെ അങ്ങനല്ലേ വേണ്ടുന്നത്? അതെ. അതുല്യ അങ്ങനെ ഒന്ന് എഴുതി നോക്കിയേ. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് എഴുതി നോക്കിയേ തനിച്ച്. വേവ് ലെങ്ത് ഡിസ്റ്റൻസ് വരെ 2 നിയറസ്റ്റ് ക്രസ്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ 2 നിയറസ്റ്റ് ട്രഫ്. ഹൈറ്റ് ഓഫ് ദി ക്രസ്റ്റ് ഓർ ഡെപ്ത് ഓഫ് ദി ട്രഫ്, അതാണ് വാട്ട് ഇസ് കോൾഡ് ആംപ്ലിറ്റ്യൂഡ്. നമ്പർ ഓഫ് വേവ്സ് പ്രൊഡ്യൂസ്ഡ് പെർ സെക്കൻഡ് അറ്റ് എ ഗിവൺ പോയിന്റ്, അതാണ് വാട്ട് ഇസ് കോൾഡ് വാട്ട് ഫ്രീക്വൻസി. റെസിപ്രോക്കൽ ഓഫ് വേവ് ലെങ്ത് ഈസ് കോൾഡ് വാട്ട് വേവ് നമ്പർ. ആൻഡ് ദിസ് ഒരു ഇക്വേഷൻ പറഞ്ഞ് നിർത്താം. ജി സിക്കൽ എച്ച് ന്യൂ പറഞ്ഞില്ലേ, ന്യൂ ഈക്വൽ ടു സി ബൈ ലാംഡ. വെലോസിറ്റി എന്ന് പറഞ്ഞ ടൈം കൊണ്ടുണ്ട്. വെലോസിറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, സി ബൈ ലാംഡ. വെലോസിറ്റി എന്താ? ഡിസ്റ്റൻസ് ട്രാവൽഡ് പെർ സെക്കൻഡ്, ദാറ്റ് ഇസ് കോൾഡ് വെലോസിറ്റി. ഓക്കെ, വി ന്യൂ ഈക്വൽ ടു വാട്ട് സി ബൈ ലാംഡ. ഇത്രയും നമുക്കവിടെ നിൽക്കട്ട് കേട്ടല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത ഇത്രയും ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇത്രയും ടൈംസ് ഡിസ്കവറി ഇലക്ട്രോൺ, ഡിസ്കവറി പ്രോട്ടോൺ, ന്യൂട്രോൺ, ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ്, റൂദർഫോർഡ് മോഡൽ, E/M റേഷ്യോ, ജെ തോമസ്. ഏതെങ്കിലും അറിയാൻ വയ്യാത്തതുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ വേണമെന്നില്ല, വേറെ ഏതെങ്കിലും ദിവസം ഇങ്ങനെ വിളിച്ച് ചോദിച്ചാൽ മതി, പറഞ്ഞു തരും. വിളിച്ച് ചോദിച്ചാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും മടിക്കുന്ന കൂട്ടത്തിലല്ല ഞാൻ. എന്ത് വിളിച്ച് ചോദിച്ചാലും എപ്പോൾ വിളിച്ച് ചോദിച്ചാലും രാത്രി 10 മണി വരെ വിളിച്ച് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരും. ഓക്കെ. പിന്നീട് ഒരു തവണ 6 തൊട്ട് 8 മണി വരെ എൻ്റെ പ്രാർത്ഥനാ സമയമാണ്. ആ സമയത്ത് വിളിക്കരുത്. 6 തൊട്ട് 8 മണി വരെ, അല്ല 6 തൊട്ട് 8 മണി വരെ. ആ ബാക്കിയുള്ള ഏത് സമയത്തും വിളിക്കാം. ക്ലാസ്സിലല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു തരും. ഓക്കെ, 10 മണി വരെ വിളിക്കാം. ഓക്കെ, എന്ത് വേണമെന്ന് ചോദിക്കാം. കറക്റ്റായിട്ട് പഠിക്കുക, ഒരു ഇതും വരുത്താതെ കറക്റ്റായിട്ട് പഠിക്കാം. ഇന്നൊരു ഇക്വേഷൻ പഠിച്ചു, ന്യൂ സി ബൈ ലാംഡ പഠിച്ചു. അതിൽ ഈ സിയിൽ എച്ച് ന്യൂ എന്നൊരു ഇക്വേഷൻ പഠിച്ചു. ഓക്കെ മുഹമ്മദ്, ശരിയായല്ലോ. വേവ് നമ്പർ എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ വേവ് ലെന്ത്. റെസിപ്രോക്കൽ വേവ് ലെന്തിന് നേരെ ഓപ്പോസിറ്റാണ് വേവ് നമ്പർ.